ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം സൂപ്പ് കുടിക്കുന്ന സമയത്ത് സൂപ്പ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേദയാണ് കൂട്ടൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നതെന്ന് കൂട്ട് പറഞ്ഞത് ആരായാലും കൈപ്പുണ്യ ശ്രീജടത്തിൽ തന്നെയാണല്ലോ എന്ന് പറയും. ആ സമയത്ത് ശ്രീജനെ നോക്കിയിട്ട് വേദ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം നല്ല ടേസ്റ്റോട് കൂടിയിട്ടത് കഴിക്കുന്നത് കാണുമ്പോൾ വിഷിന് കൊതിയാവാണ്. അപ്പോൾ വിഷു കപ്പിലുള്ള ചായ കളഞ്ഞിട്ട് എനിക്കിതിൽ ഇത്തിരി ഒഴുക്കി, അപ്പോൾ അടക്കളയിൽ ഇരിപ്പുണ്ട് വിഷുട്ടോ, ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോൾ വിക്രം പറയും വേണ്ട, ഇതിന് എടുത്തോ, ഇതെനിക്ക് മുഴുവൻ വേണ്ട എന്നിട്ട് കുറച്ച് കൊടുക്കും. വിഷുവിന് അത് കിട്ടിയ പാട് അങ്ങനെ തന്നെ അണ്ണാക്കിലേക്ക് ഒഴിക്കുകയാണ്. പെട്ടെന്ന് വിഷുവിൻ്റെ വായൊക്കെ പൊള്ളുന്നുണ്ട്. ഇത് കേട്ട് ശ്രീജയും വേദയൊക്കെ ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീനിവാസ സാറ് അവിടേക്ക് വരുന്നത്. വിക്രം എഴുന്നേറ്റ് ചെല്ലുട്ടോ. അപ്പോഴേക്കും ശ്രീനിവാസൻ സാറ് ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ വിഷയം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണേ. അപ്പോൾ വിക്രം പറയും വാ നമുക്ക് അകത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ ഒരു ചായ്പിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് എന്താണ് വിക്രം, ഒരാൾ കയറി വരുമ്പോൾ ആ ചായ്പിലോട്ടാണ് കൊണ്ടുവരുന്നത്, ശ്രീനി സാർ ഇങ്ങോട്ട് കയറിയിരിക്കുകയെന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് ആ തിണ്ണയിലിരിക്കുകയാണ്. ഇത് ഇവിടെ ഇരിക്കാം, ഇതാണ് സുഖം എന്ന് പറയുകയാണ്. അതിന് ശേഷം ശ്രീനിവാസ സാറ് വിക്രത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീജ അകത്തേക്ക് പോകുമ്പോൾ വേദയും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്തിനുള്ള വരവാണാവോ, അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ഇനി പകരം കിട്ടാൻ പോകാനൊക്കെ വിക്രം ശ്രമിക്കാവോ എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വിനായകൻ അവിടേക്ക് വരുന്നുണ്ട്, നന്ദിനിയുണ്ട്. അപ്പോൾ വിനായകൻ ചോദിക്കുക എന്താ പുതിയ പ്രശ്നം. അപ്പോൾ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ ഗുരു വന്നിട്ടുണ്ട്. ആര്, ശ്രീനി സാറോ? അതെ. അപ്പോൾ വിക്രത്തിന് അപകടം പറ്റിയത് പറഞ്ഞിട്ട് വന്നതാണ്. അതിന് മുമ്പും വിക്രം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങോട്ട് എന്ന് വിനായകൻ പറയും. അപ്പോൾ നന്ദിനി പറയും അന്നൊക്കെ ഇങ്ങേര് തന്നെയാണല്ലോ വിക്രത്തിന് ഓരോരോ കേസുകളിൽ ഉൾപ്പെടുത്തിയിരുന്നതും ജാമ്യം എടുത്തിരുന്നത്. ഇപ്പോൾ പിന്നെ ഇവിടെ ആളുണ്ടല്ലോ ജാമ്യം എടുക്കാനായിട്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാനായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനത് ജാമ്യത്തിൽ വിക്രത്തിന് എടുത്തിട്ടുണ്ട്, അത് സ്റ്റേഷനിൽ നിന്നായാലും കോടതിയിൽ നിന്നായാലും എന്നൊക്കെ വേദയും പറയും കേട്ടോ. അപ്പോൾ വിനായകൻ പറയും മതി, മുറ്റത്തൊരാൾ വന്നിരിക്കുമ്പോഴാണോ ഈ സംസാരം എന്ന് വിനായകൻ നന്ദിനിയോട് പറയാൻ കേട്ടോ. അങ്ങനെ വെള്ളം കൊണ്ട് ശ്രീജയും വേദയും കൂടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വിഷയം പറയുന്നുണ്ട് അതെ തക്ക സമയത്ത് വേദ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു, പെറ്റീഷനൊക്കെ എഴുതി കൊടുത്തു, പക്ഷേ CI പണി പറ്റിച്ചല്ലേ എന്ന് ശ്രീനി സാറ് ചോദിക്കുകയാണ്. അപ്പോൾ വെള്ളം കൊണ്ടുവരുമ്പോൾ തന്നെ വിഷുവിനൊരു ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണ്. വായ പൊള്ളിയാലേ ഇന്ന് ആരെങ്കിലും കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും. അതിനുശേഷം ശ്രീജ അവർക്കൊക്കെ വെള്ളം കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ കേസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ SI ചതിച്ചതാണ്, എന്തായാലും ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു, സാധാരണക്കാർ ഇടപെടുന്നതിനേക്കാളും നന്നായിട്ട് രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട് അതിന് രാഷ്ട്രീയക്കാർക്ക് എന്താ കുഴപ്പം, അണികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തല്ലാനും വെട്ടാനും കുത്താനൊക്കെ അണികൾ പോകും, പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വേദനിക്കുന്നതും വിഷമിക്കുന്നതും അണികളുടെ വീട്ടുകാരും അതുപോലെ തന്നെ അണികളുമായിരിക്കും എന്നൊക്കെ പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരികയാണ്. ആരോടാണ് നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയും എടാ ഇതൊക്കെ ഒരു ഭാര്യയുടെ അവകാശമാണ്, അത് നീ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്, പിന്നെ വേദനിക്കുമ്പോഴല്ലേ വാക്കുകൾക്ക് മൂർച്ച കൂടുള്ളൂ, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇന്നത്തോടെ ആ സാബുവിൻ്റെ കാര്യം ക്ലോസ് ചെയ്യണം എന്ന് പറയുകയാണെ. അപ്പോൾ വിനായകൻ ചോദിക്കുക എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും വേദ പറയും പ്ലീസ് സാർ, ഇനി ഇതിൻ്റെ പേരിൽ വിക്രത്തിനെ ബുദ്ധിമുട്ടിക്കരുത്, ഇനി എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട് വിക്രത്തിനെ കൂടെ പെടുത്തരുത് സാർ എന്ന് പറയുകയാണെ. അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേൽക്കുകയാണ്. ആരോടാണ് നീ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ശ്രീനി സാർ പിടിക്കുകയാണ് കേട്ടോ. വിക്രം വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, അയാളെ സ്ഥലം മാറ്റാം. സ്ഥലം മാറ്റാന്നല്ലേ എന്ന് വിനായകൻ ചോദിക്കട്ടു. സ്ഥലം മാറ്റിയുള്ള രാഷ്ട്രീയക്കാരുടെ കളി. അപ്പോൾ ആ നാരങ്ങളും എടുത്തിട്ട് വീണ്ടും കുടിക്കുകയാണേ. അത് കുടിച്ചുകൊണ്ട് പറയുകയാണ് നമുക്ക് ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചേ പറ്റൂ, എന്തായാലും അയാളെ സ്ഥലം മാറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ സാറ് പുറത്തേക്ക് ഇറങ്ങും പോകാനായിട്ട്. ആ സമയത്താണ് അച്ഛൻ അവിടേക്ക് വരുന്നത്. ഒന്ന് നിൽക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീനി സാർ അവിടെ നിൽക്കും. എന്ത് തെണ്ടിത്തരം ചെയ്താലും കൂടെ നിൽക്കാനുള്ള ഈ ഉറപ്പ്, കൂടെ നിൽക്കുമെന്ന് കൊടുക്കുന്ന ഈ ഉറപ്പ്, ആ ഉറപ്പാണ് ആദ്യം തന്നെ ഇവന് കൊടുക്കാതിരിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ ശ്രീനിവാസ സാർ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ആളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ, മാഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് തൊഴുത് കൈകൊണ്ട് എന്ന് പറയുകയാണെ ഞാനിപ്പോൾ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർവ്വകാലം അറിയാവുന്നവർക്ക് എന്നെ അങ്ങനെ രീതിയിൽ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്ന നന്മകൾ ഓർത്തിട്ടൊന്നും ആരും എന്നെ അങ്ങനെ നല്ല സ്നേഹത്തോടുകൂടി കാണൂല. എങ്കിലും ഞാനൊരു കാര്യം പറയാം, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കളികൾ കടിക്കണം, ഞാൻ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരാൾ തന്നെയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടികളുടെ നെട്ടോട്ടമാണ്, രണ്ട് പാർട്ടികളുടെ ഒരു ഓട്ടപ്പന്തയാണ്, അതിൽ എതിർ പാർട്ടികളുണ്ട്,
ഞങ്ങളുടെ പാർട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓട്ടപ്പന്തയത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ടാവും, നമ്മുടെ കൂടെ നിൽക്കാത്തവരുണ്ടാവും. കൂടെ നിൽക്കാത്തവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ പൂർവ്വകാലമാണ്. അതാണിപ്പോൾ മാഷ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ നല്ല രീതിയിൽ ഓർക്കുന്ന ഒരാളായിട്ട് എന്തെങ്കിലും ഒരിക്കലും മാഷ് മാറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അകത്ത് വന്നിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ ഞാൻ പണിയെടുക്കാത്തവനും കൊള്ളരുതാത്തവനും ഒക്കെ ആയിരിക്കും, എന്നെ എൻ്റെ വഴിക്ക് വിട്ടൂടെ, എന്തിനാണ് എന്നെ കാണാൻ വന്ന ആളെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാഷൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങൾക്കല്ലെങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്നെ കാണാനല്ലേ വന്നത്, എന്നോടല്ലേ സംസാരിക്കാൻ വന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ അപമാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എപ്പോഴും നിങ്ങൾ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. ആ കുട്ടികളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ചെവിക്ക് പിടിച്ച് എല്ലാവരെയും നേരെയാക്കാന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ ആ കൂട്ടത്തിൽ മുതിർന്നവർ ഉൾപ്പെടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം മാഷക്ക് ദേഷ്യം വന്നിട്ട് മാഷ് പറയാണ്, മുതിർന്നവരല്ല, ശരിയാണ് നീ പറഞ്ഞത്, 15 വയസ്സ് താഴെയുള്ള ആൾക്കാർ എനിക്കറിയും, പക്ഷേ അവരിലുണ്ട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കളക്ടർമാർ എന്നൊക്കെ പറയും. അപ്പോൾ വിക്രം ദേഷ്യത്തോടുകൂടി പൊട്ടിത്തെറിക്കാണ് കേട്ടോ. എത്ര പേരുണ്ട് അച്ഛൻ പഠിപ്പിച്ചതിൽ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, കളക്ടർമാർ, ഒന്ന് പറയോ? വിജയശതമാനം കൂടുതലും ഒന്നും ആവാത്തവരായിരിക്കും. കൂടുതലും ആൾക്കാരും ഒന്നും ആവാത്തവർ തന്നെയാണ്. അവരെ കണക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികൾ, അവരെ മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതല്ലാതെ താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മാഷോട്. അപ്പോൾ വേഗം കമലമ്മ വന്നിട്ട് ചോദിക്കേട്ടാ, നീ ആരോടാണ് ഈ പറയുന്നത്? പക്ഷേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ കുറഞ്ഞ വിജയശതമാനമുള്ള ആൾക്കാരെ, ആ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നില്ല നീ. എല്ലാത്തിലും മുൻഗണനയിൽ നിന്നിരുന്ന ആളാണ് നീ. നിൻ്റെ റൂമിൽ ചെന്ന് നോക്കിയാൽ അറിയാം നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ. നീ തന്നെയാണ് ഓടി വന്നിരുന്നത് ഓരോ പരീക്ഷയ്ക്കും വിജയിച്ചു എന്ന് പറയാനായിട്ട്. അങ്ങനെയുള്ള ഒരാളാണോ നീ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, കമലേ നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഇവൻ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിച്ചല്ലോ. സെൻട്രൽ ജയിലിലേക്ക് ആ കോഴ്സിൻ്റെ പരിപാലനത്തിനായിട്ട് പോവുകയും ചെയ്തു. കുറച്ച് നാൾ സെൻട്രൽ ജയിലിൽ കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറയുകയാണേ. അന്നേരം വേദ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ വേദ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ വിക്രം നിരപരാധിയാണ്. അപ്പോൾ അച്ഛൻ പറയും, ഈ കാര്യത്തിലായിരിക്കാം, പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തുടർക്കഥയാണ് കുട്ടി ഇത്. അത് നിനക്ക് മനസ്സിലാവാത്തത് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ വേറെ ഒന്നും മിണ്ടാതെ തലമുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു നിമിഷം അച്ഛാ, വിക്രം നന്നാവും, ഈ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിക്രം വിട്ടുപോരും, എനിക്കത് ഉറപ്പുണ്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ വേദന ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ. അതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഒട്ടകത്തിനെയും കൊണ്ട് പുഴ നീന്തി കടന്നൊരു കുറുനരിയുടെ കഥ കേട്ടിട്ടുണ്ടോ? അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കുറുനരി തൻ്റെ സ്വഭാവം കാണിച്ചു. കുറുനരി ഓരിയിടാൻ തുടങ്ങി. ഓരിയിട്ടപ്പോൾ ആൾക്കാർ ഓടിക്കൂടി. കുറുനരി ഓടി രക്ഷപ്പെട്ടു. ഒട്ടകമാണ് ആൾക്കാരുടെ തല്ലുകൊണ്ടത് എന്നൊക്കെ പറയുകയാണേ. അതുകൊണ്ട് കുട്ടി നന്നായിട്ട് ഓർത്തിരിക്കുക ഈ കഥ എന്ന് പറയും. അപ്പോൾ മാഷ് പോകാൻ പോകുമ്പോൾ വേദ പറയും, മാഷ് ഒരു നിമിഷം നിന്ന് കുറേ നാളായിട്ട് പഠിപ്പിച്ചത് കൊണ്ടായിരിക്കും മാഷിനെ ആ കഥയുടെ ബാക്കി ഓർമ്മയില്ല. ആൾക്കാരുടെ തല്ലുകൊണ്ട് രണ്ടുപേരും പുഴ നീന്തി കിടക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങി കുറുനരി ചാവാൻ പോയി. ആ സമയത്ത് ഒട്ടകം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോൾ കുറുനരി താൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയും അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പറയാം കേട്ടോ. അപ്പോൾ മാഷൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകും. അങ്ങനെ അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഒരിക്കലും വിക്രം നന്നാവുന്നുള്ളൊരു പ്രതീക്ഷ. പെട്ടെന്ന് നന്ദിനിക്ക് ദേഷ്യം വന്ന് നന്ദിനി വന്നിട്ട്, എടി നീ ആരടി, അച്ഛനെ പഠിപ്പിക്കാനുള്ള ആളായോ? പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞാൻ പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും. ആ കൂട്ടത്തിൽ നന്ദിനി അടുത്തിലെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട്. അയ്യേ, എൻ്റെ വീട്ടുകാരെ നീ പഠിപ്പിക്കൊന്നും വേണ്ട. അയ്യോ, പഠിപ്പിക്കാനല്ല പോകുന്നത്, പഠിക്കാൻ. ഈ മുതലിനെ എങ്ങനെ സൃഷ്ടിച്ചെന്ന് നന്നായിട്ട് ചോദിച്ച് പഠിക്കാനായിട്ടാണ്. എല്ലാതും അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ പോകുമ്പോൾ ശ്രീജ അവിടെ നിന്ന് ചിരിക്കും കേട്ടോ. ശ്രീജ ചിരിക്കാൻ കണ്ടിട്ട് നന്ദിനി ശ്രീജ എടുത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണേ. അതിനുശേഷം പിന്നീട് മാഷ് റൂമിൽ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.